ഓട്ടിസം രോഗബാധിതർക്ക് ഹോമിയോ മരുന്നിന്റെ കൈപുണ്യവുമായി ഷാൻസി റെജി എന്ന പാലാക്കാരി. കൃത്യമായ ഒരു മരുന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നതിൽ പ്രാർത്ഥനയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് ഡോക്ടർ ഷാൻസി റെജി പറഞ്ഞു. I4U വുമൺസ് ഡേ സ്പെഷ്യൽ. ഓട്ടിസം ഒരു സങ്കീർണമായ മസ്തിഷ്ക വൈകല്യമാണ്. അത് ആളുകളുടെ ഇടപെടൽ, ആശയവിനിമയം, പഠനം, പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു വികസന അവസ്ഥ കൂടിയാണ്. ആളുകളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അത് അവരുടെ പെരുമാറ്റത്തെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കും. മുമ്പത്തേക്കാളും കൂടുതൽ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ കണക്കുകൾ കൂടുതലാകാൻ കാരണം അവബോധവും രോഗനിർണയത്തിലെ മാറ്റങ്ങളുമാണ്. അല്ലാതെ കൂടുതൽ കുട്ടികൾക്ക് ഈ തകരാറ് ഉള്ളതുകൊണ്ടല്ല. ഓട്ടിസം രോഗബാധിതർക്ക് ആശ്വാസമാവുകയാണ് പാലാക്കാരി ഷാൻസി റെജി എന്ന ഹോമിയോ ഡോക്ടർ. കുട്ടിക്കാലം മുതൽ തന്നെ ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെങ്കിലും മുതിർന്നവരായി രോഗനിർണയം നടത്തി ഫലപ്രദമായ ചികിത്സ നടത്തി ഈ രോഗത്തിൽ ആശ്വാസം കണ്ടെത്തിയ നിരവധി പേരാണ് ഷാൻസി ഡോക്ടറുടെ ചികിത്സാ മികവിന്റെ അനുഭവസ്ഥർ. തന്റെ ചികിത്സയുടെ ഭാഗമായി ഓട്ടിസം ബാധിതനായി വീൽ ചെയറിൽ വന്ന കുട്ടി സ്വന്തമായി ദിനചര്യകൾ ചെയ്യുന്നു എന്നും മാത്രമല്ല, വീട്ടുജോലികളിലും മറ്റും അമ്മയെ സഹായിക്കുന്നു എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നത് ചാരിതാർത്ഥ്യമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഓട്ടിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഞാൻ ഒരുപാട് ഓട്ടിസം പേഷ്യൻസിനെ എനിക്കിപ്പോൾ ഒരുപാട് ആശ്വാസം, അതായത് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 10-20 വർഷത്തെ പ്രാക്ടീസിനിടയിൽ എൻ്റെ അടുത്ത് കംപ്ലീറ്റ് ക്യൂറായ ഓട്ടിസം പേഷ്യൻസ് ധാരാളമുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു 1-2 കേസുകൾ എനിക്ക് പറയാനുള്ളത്, കംപ്ലീറ്റ് ബെഡ് റിഡനായി കട്ടിൽ തന്നെ കിടന്നിരുന്ന കുട്ടി കിടന്ന കിടപ്പിൽ തന്നെ വയറ്റിൽ നിന്ന് പോകുന്നു, മൂത്രം ഒഴിക്കുന്നു, അങ്ങനെ അതായത് ഫുഡ് അരച്ച് വായിലൊഴിച്ച് കൊടുത്തിരുന്നൊരു കുട്ടി ഇപ്പം നോർമൽ ലൈഫിലേക്ക് ഓരോ ദിവസം തിരിച്ച് വന്ന് നോർമലി എല്ലാ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അമ്മ ചെയ്യുന്ന എന്തും കണ്ടുപിടിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറിയ ഒരു വീഡിയോ സഹിതം എൻ്റെ ഫോണിലുണ്ട്. അതുപോലെ ഒരുപാട് പേഷ്യൻസ്, പല വിധത്തിലുള്ള ഓട്ടിസം പേഷ്യൻസ് ഉണ്ട്. ചിലർ ബുക്ക് വായിക്കാനോ പഠിക്കാനോ ഒന്നും പറ്റാത്ത പേഷ്യൻസ്, അതായത് കംപ്ലീറ്റ് ഒന്നും അറിയില്ലാത്ത, ഓർമ്മയില്ല, അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, UK യിലുള്ളൊരു മോനാണ്. അവന് നന്നായിട്ട് പഠിക്കും, ഡിഗ്രി കഴിഞ്ഞു, മാത്സ് ഫിസിക്സ് ആണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. പക്ഷേ ബാക്കി കാര്യത്തിലൊന്നും അവനൊന്നും അറിയില്ല, പഠിക്കുക മാത്രം, ഫുൾ ടൈം പഠിക്കുക, വേറെ ഒരു പേരൻസ് എന്നോട് പറയാണ് മറ്റൊരു തുശീലവും ഇല്ല. പക്ഷേ അവൻ്റെ തുശീലം എന്ന് പറഞ്ഞാൽ അവന് വയലൻ്റ് ആയി കഴിഞ്ഞാൽ പേരൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്, നിൽക്കാൻ പറ്റത്തില്ല, കൈ കിട്ടുന്ന പിടിച്ചു കൊടുക്കും, പിന്നെ അവനെ അല്ല വേറൊരു സ്വഭാവമായി മാറുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യത്തില്ല, പുറത്തൊന്നും പോകത്തില്ല, ആരോടും മിണ്ടില്ല. പക്ഷെ നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം മാറ്റം വന്ന് അവന് നോർമൽ ലൈഫിലേക്ക് വന്നൊരു കുട്ടിയുണ്ട്. മാനസിക ലക്ഷണം നോക്കിയാണ് പ്രധാന ചികിത്സ ഹോമിയോയിൽ. ചികിത്സ രോഗത്തിനല്ല, രോഗിക്കാണ്. ഒരേ രോഗമുള്ളവർക്കും അവരുടെ വിശദമായ ജീവിത ചരിത്രം പരിശോധിച്ച് വ്യത്യസ്ത മരുന്നുകളാണ് നൽകുന്നത്. കൃത്യമായി ഒരു മരുന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നതിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ടെന്നും ഡോക്ടർ ഷാൻസി റെജി പറഞ്ഞു. പ്രവിത്താനത്തെ ക്ലിനിക്കിനൊപ്പം പാലാ ചേർപ്പെങ്കലിലുള്ള മാർസ്ലീവ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആയുഷ് വിഭാഗത്തിൽ ജെറിയാട്രിക് കെയർ യൂണിറ്റിൽ കൺസൾട്ടന്റ് കൂടിയാണ് ഡോക്ടർ ഷാൻസി. റിട്ടയർഡ് പോലീസ് ഓഫീസറായ പാലാ മുളയ്ക്കൽ റെജി തോമസ് ആണ് ഭർത്താവ്. MBBS വിദ്യാർത്ഥിയായ ആർദ്ര അൽഫോൺസ് റെജി, സ്കൂൾ വിദ്യാർത്ഥികളായ ഏഞ്ചല അൽഫോൺസ് റെജി, ജോസഫ് M റെജി എന്നിവർ മക്കളാണ്. പാലായ്ക്കടുത്ത് കാനാട്ടുപാറയിലാണ് ഡോക്ടർ ഷാൻസി റെജിയും കുടുംബവും താമസിക്കുന്നത്. സന്ധ്യ KS, I4U ന്യൂസ്, പാലാ.